എവ്രിവൺ. കുഞ്ഞു മനസ്സുകളിൽ നല്ല ചിന്തകളും ബോധ്യങ്ങളും നിറയ്ക്കാനും വിശ്വാസ ജീവിത വളർച്ചയിൽ നമുക്കുണ്ടാവുന്ന സംശയങ്ങൾക്ക് ഉത്തരം നൽകാനും സഹായിക്കുന്ന ഷാലോം കിഡ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വിജയകരമായ ജീവിതത്തിന് വസ്തുനിഷ്ഠമായ ചിന്തകളാണ് വേണ്ടത്. കൂട്ടുകാരെ, നമ്മുടെ ജീവിതശൈലിയിൽ വലിയ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കുഞ്ഞു കുഞ്ഞു ഉദാഹരണങ്ങളിലൂടെ വലിയ ചിന്തകളും ബോധ്യങ്ങളുമായി നമ്മുടെ പ്രിയപ്പെട്ട സുനിത സിസ്റ്റർ വരുന്നുണ്ട്. അവർ ഫസ്റ്റ് സെഗ്മെന്റ് തേൻമൊഴികളിലേക്ക്. ഹായ് ഫ്രണ്ട്സ്, പ്രൈസ് ഗാഡ്. എല്ലാ കുഞ്ഞുമക്കൾക്കും സുഖമാണെന്ന് സിസ്റ്റർ വിശ്വസിക്കുന്നു. ഓക്കെ, സിസ്റ്റർ ഒരു ചോദ്യം ചോദിച്ചാൽ ഉത്തരം പറയാവോ? കൃത്യമായിരിക്കണം, സത്യമായിരിക്കണം. നമ്മുടെ തല വെട്ടിക്കൊണ്ടു പോയാലും സത്യമേ പറയാവൂ. മനസ്സിലെ കണ്ണുപൂട്ടി 5 പേരെ ആലോചിക്കണം. ആരായി 5 പേരെ? നമ്മുടെ ഹൃദയത്തോടെ ചേർത്ത് വെക്കാൻ പറ്റുന്ന, നമ്മളോട് കൂടെ നടക്കുന്ന, എപ്പോഴും നമ്മുടെ കൈപിടിച്ച് എപ്പോഴും ചേർന്നിരിക്കാൻ ആഗ്രഹിക്കുന്ന 5 പേരെ. അപ്പൊ കണ്ണടച്ച്, സിസ്റ്റർ കണ്ണടയ്ക്കാണ് കേട്ടോ. കണ്ണടച്ച് 5 പേരെ ഓർക്കണം. സിസ്റ്ററിന്റെ അഭിപ്രായത്തില് പപ്പ, അമ്മ, ചേച്ചി, കൂട്ടുകാരൻ, കൂട്ടുകാരി. ഓക്കെ, ഒത്തിരി പേര് ഇഷ്ടമുണ്ട്. പക്ഷെ ഈ 5 പേരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഹൃദയത്തിൽ ചേർത്ത് വെക്കുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾക്കും കിട്ടിക്കാണും അല്ലേ? എല്ലാവർക്കും കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത ചോദ്യം, ഈ 5 പേരിൽ നിന്ന് 2 പേരായിട്ട് ചുരുക്കിക്കേ. ഒക്കെ ഒന്നും കൂടി കണ്ണുകൂട്ടി നമുക്ക് ആലോചിക്കാം. പപ്പ, അമ്മ. സിസ്റ്ററിന്റെ പപ്പയും അമ്മയാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ കൂട്ടുകാരനായിരിക്കും, കൂട്ടുകാരിയായിരിക്കും, ചേട്ടായി ആയിരിക്കും, നോ പ്രോബ്ലം. അപ്പോൾ 2 പേര്. അപ്പോൾ ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്, ഒരു ചോദ്യം കൂടിയുണ്ട്. 2 എന്നുള്ളത് ഒറ്റയാക്കിക്കേ. ഒരാൾ ഈ ലോകത്ത് എന്നെ മരുഭൂമിയുടെ മുകളിൽ കൊണ്ട് നിർത്തിയാലും ഈ ആൾ കൂടെ ഉണ്ടെങ്കിൽ ഐ ആം പെർഫെക്റ്റ്ലി ഓക്കെ, നോ പ്രോബ്ലം അറ്റ് ഓൾ. അങ്ങനെയുള്ള ആൾ. ഇനി കാടിൻ്റെ നടുവിൽ നിർത്തിയാലും, നമ്മൾ റോഡ് ക്രോസ് ചെയ്യത്തില്ലേ, അപ്പോൾ ഒത്തിരി വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോവും. അപ്പോഴൊക്കെ ഈ വ്യക്തിയുടെ, ഈ ആളിൻ്റെ കൈവിരലൊന്ന് പിടിച്ചാൽ മതി, നമുക്ക് ഒരു പ്രശ്നമില്ല, നമ്മൾ ജിൽജില്ലായിട്ട് നടന്നങ്ങ് പോവും. അങ്ങനെയുള്ള ഒരാളെ ഓർത്തെ. ഓക്കെ, പപ്പ. സിസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പപ്പയാണ് ഏറ്റവും വലുത്, ഈ ലോകത്തിലെ ഏറ്റവും ഇഷ്ടമുള്ള ആള്. അപ്പം അതുപോലെ നിങ്ങളും കണ്ടെത്തിയിട്ടുണ്ടാവും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളെ. അപ്പം എൻ്റെ പ്രിയ കുഞ്ഞെ, എൻ്റെ കുഞ്ഞു മാലാഹക്കുട്ടി, സിസ്റ്റർ ഒരു കാര്യം ചോദിക്കട്ടെ. ഇതും കൃത്യമായിട്ട് ഉത്തരം പറയണം കേട്ടോ. ഇത്രയും നിങ്ങൾ കൃത്യമായി പറഞ്ഞു, ഫുൾ A+. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യമാണ്, ഈ പറഞ്ഞ ആളെ നമ്മൾ വലിയൊരു എക്സാം എഴുതുകയാണെന്ന് വിചാരിക്കും. ഒത്തിരി ആൾക്കാരൊക്കെ ചേർന്ന് നടത്തുന്ന ഒരു വലിയ എക്സാം. ഈ എക്സാം ഹാളിൽ എൻ്റെ അടുത്ത് എൻ്റെ പപ്പായെ ഇരുത്താൻ പറ്റുമോ? പറ്റോ? ഇല്ലല്ലേ? സാറന്മാർ പിടിച്ച് പുറത്ത് ഇറക്കി നിർത്തും, പുറത്ത് നിൽക്കാൻ പറയും, ഇവിടെ അകത്തിരിക്കണ്ടെന്ന് പറയും അല്ലേ? ഇരിക്കാൻ പറ്റൂല. ഇനി രണ്ടാമത്, നമ്മൾ ICU വാർഡ് അറിയാമോ? സ്പെഷ്യലായിട്ട് ഹോസ്പിറ്റലിൻ്റെ അകത്ത് ഉള്ള ഒരു പ്രത്യേക വാർഡാണ്. നമ്മൾ അവശ്യ നിലയിലൊക്കെ ആകുമ്പോൾ ഡോക്ടേഴ്സും നഴ്സസിൻ്റെയൊക്കെ പ്രത്യേകം പരിചരണം വേണ്ടി വരുന്ന ഒരു പ്രത്യേക സ്ഥലമാണ്. ഈ സമയത്ത് ഈ പറഞ്ഞ ആളെ നമ്മൾ അടുത്തിരുത്തുവോ? സംശയം ഉണ്ടെങ്കിൽ വീട്ടിലെ പപ്പയും അമ്മയുടെയൊക്കെ ചോദിച്ചാൽ മതി, അവർ പറഞ്ഞു തരും. നമ്മളെ ഇരുത്തത്തില്ലെന്നേ, ഒരു പുറത്ത് നിർത്തും, അവിടെ നിന്ന് ഒരു ഗ്ലാസ്സിൽ കൂടി നോക്കാൻ പറയും. അപ്പം നമ്മൾ അടുത്ത് കാണത്തില്ല. ഇനി അടുത്ത് ഫൈനലായിട്ടുള്ളതാണ്, ഇനി നമ്മൾ മരിച്ചു എന്ന് വിചാരിക്കുക. മരിക്കത്തില്ല നിങ്ങൾ, എന്നാലും നമ്മൾ മരിക്കില്ലേ? വലുതൊക്കെ ആയിട്ട് നമ്മൾ എപ്പോഴെങ്കിലും ഈ ഷോപ്പ വിളിക്കുമ്പോൾ നമുക്ക് പോകണം. അങ്ങനെ മരിച്ച് നമ്മളിങ്ങനെ 4 പേര് ചേർന്ന് ഇങ്ങനെ എടുത്തോണ്ട് പോയി ആ ചേട്ടന്മാരൊക്കെ കുഴിയൊക്കെ ഉണ്ടാക്കി നമ്മൾ അതിലെടുത്ത് വെക്കും. അപ്പം നമ്മൾ ഈ ആഗ്രഹിക്കുന്ന ആളെടുത്ത് ചാടുവോ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ നാട്ടിലോ വീട്ടിലോ എവിടെയെങ്കിലുമൊക്കെ ആ കുഴിക്കകത്ത് കൂടെ ചാടുന്ന ആൾക്കാരെ? ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല അല്ലേ? അങ്ങനെ ആരും ചാടിയ ചരിത്രമില്ല. അപ്പം എൻ്റെ കുഞ്ഞു മക്കളെ, സിസ്റ്റർ പറയാൻ ആഗ്രഹിച്ചത്, അപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആ ഒരാൾക്ക് നമ്മുടെ കൂടെ ചില പ്രത്യേക സാഹചര്യങ്ങളിലൊന്നും വരാൻ പറ്റത്തില്ല. അതിർവരമ്പുകളുണ്ട്. ഓക്കെ, ആ വരമ്പ് മുറിച്ച് കയറാൻ പറ്റില്ല. പക്ഷേ ആ വരമ്പ് മുറിച്ച് നമ്മളോടൊപ്പം ചേർന്നിരിക്കാൻ പറ്റുന്ന, കൂടെ നടക്കാൻ പറ്റുന്ന, 24/7 24 മണിക്കൂറും നമ്മളോടൊപ്പം ആയിരിക്കാൻ പറ്റുന്ന ഒരാളുണ്ട്. ഓക്കെ, ഏതവസ്ഥയിൽ ഏത് സാഹചര്യത്തിൽ, ICUലാണെങ്കിൽ അതേ അടുത്ത് വന്ന് കിടക്കും, പരീക്ഷാ ഹാളിലാണെങ്കിലോ നമ്മളെ കൂടെ ഇരുന്ന് എഴുതിപ്പിക്കും.
ഇനി മരിക്കാൻ സമയത്താണെങ്കിലോ ഡോണ്ട് വറി, ഇവിടെ കണ്ണടയ്ക്കുമ്പോൾ നമ്മുടെ കൂടെ വന്ന് നമ്മൾ ഒന്നിച്ചായിരിക്കും മുകളിലോട്ട് അപ്പൻ്റെ അടുത്ത് ആ സ്വർഗത്തിലേക്ക് പോകുന്നത്. അങ്ങനെ എല്ലാ സമയത്തും കൂടെ നടക്കുന്ന ഒരാളുണ്ട്. അതാണ് നമ്മുടെ ദൈവം. ദേ ഈ രൂപവും ഭാവവും ഒക്കെ ആക്കി നിങ്ങളെ മനോഹരമാക്കിയാക്കില്ലേ, നല്ല കിടിലനാക്കി സൂപ്പറാക്കി ഫണ്ടാസ്റ്റിക് ആയിട്ട് ഓസമായിട്ട് നമ്മളെ സെറ്റാക്കി വിട്ട നമുക്കൊരു ദൈവമുണ്ട്. ഓക്കെ, ആ ദൈവം മറ്റാര് വന്നില്ലേലും കൂട്ടുകാരെത്ര കട്ടീസിട്ട് പോയാലും ഡോണ്ട് വറി, നോ പ്രോബ്ലം അറ്റ് ഓൾ. ഈ ദൈവത്തെ അങ്ങ് ചേർത്ത് പിടിച്ച് അങ്ങ് ഹൃദയത്തോട്ട് വെച്ചേക്കാം. ഓക്കെ, ഹൃദയം ദൈവത്തിന് മാത്രം. ഒന്നാമത്തെ കൽപ്പന എന്താ? ഈശോ അപ്പ പറഞ്ഞു തന്നിട്ടുള്ള 10 കൽപ്പനകളുണ്ട്. അതിലൊന്നാമത്തേത് എന്താ? നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും കൂടി സ്നേഹിക്കണം എന്ന് പറഞ്ഞാൽ ദൈവത്തിന് ഒന്നാം സ്ഥാനം, ഫസ്റ്റ് പ്ലേസ് അല്ലേ? ഒന്നാമത്തെ സ്ഥാനത്ത് ഹൃദയത്തിൽ നമ്മൾ കൊടുക്കേണ്ടത്. ബാക്കിയുള്ളവരെയൊക്കെ നമുക്ക് അവിടെ ഇവിടെയൊക്കെ നിർത്താം, പക്ഷെ ഈ ചങ്കില് ആ കർത്താവ് മാത്രമേ പാടുള്ളൂ. ഓക്കെ, അപ്പൊ ആ ദൈവത്തിന് നമ്മൾ സ്ഥാനം കൊടുക്കുന്നു. അപ്പൊ കൽപ്പന ഇങ്ങനെയാണ്: നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവവും നിനക്കുണ്ടാകരുത്. ആ ദൈവത്തെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? സിസ്റ്ററും കണ്ടിട്ടില്ല, നമ്മൾ കണ്ടിട്ടില്ല. നിങ്ങളെ കാണുന്നത് പോലെ, നമ്മുടെ പപ്പയും അമ്മയും ചേട്ടായിയും ഒക്കെ കാണുന്ന പോലെ കണ്ടിട്ടില്ല. തൊട്ടിട്ടുണ്ടോ ഇതുപോലെ? തൊട്ട് ഇങ്ങനെ ഇല്ലല്ലേ, തൊട്ടിട്ടുമില്ല. ഇനി ആ സ്വരം നമ്മൾ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? ഞാനും കേട്ടിട്ടില്ല അല്ലേ? അപ്പൊ നമ്മൾ കണ്ടിട്ടില്ല, തൊട്ടിട്ടില്ല, കേട്ടിട്ടില്ല. അനുഭവിച്ചിട്ടുണ്ടോ? അതുണ്ട്, അത് അനുഭവിച്ചിട്ടുണ്ട്. അപ്പൊ അത് അനുഭവം, അത് എങ്ങനെയാ അല്ലേ ചോദിക്കാം അല്ലേ? സിസ്റ്റർ പറഞ്ഞുതരാം, ഡോണ്ട് വറി. നിങ്ങളുടെ ഈ ഇതിനെ ഏത് വരില്ലെന്നാ പറയണത്? ചൂണ്ടുവരല്ലേ അല്ലേ? നമ്മൾ ചൂണ്ട് അത് ചെയ്യരുത് ഇത് ചെയ്യരുത് ഡോണ്ടു എന്ന് പറയത്തില്ലേ? അപ്പൊ ആ ചൂണ്ടുവരലെടുക്കാം. ഓക്കെ, എന്നിട്ട് ദേ സിസ്റ്റർ തിരിച്ചു വെച്ചിരിക്കും പോലെ തിരിച്ചു പിടിച്ചേ വെച്ചല്ലേ. അതിന് നല്ലതായിട്ട് ദീർഘനിശ്വാസം എടുത്തിട്ട് ഒന്ന് ഊതിക്കേ. ഊതിയോ? അരക്കെ കൂടി ഒന്ന് ഊതിക്കേ. നമ്മൾ ഊതുമ്പോ നമ്മുടെ വായു ഇതിൽ വന്ന് തട്ടി ഒരു നല്ലൊരു കുളിർമ നമുക്കുണ്ടാവും. ഒരു ഇളം കാറ്റ് പോലെ ഇതിൽ അടിക്കത്തില്ലേ? കിട്ടിയോ? ഒക്കെ കിട്ടിയല്ലേ? പക്ഷെ നമുക്ക് ആ ഓക്സിജനോ കാർബൺ ഡൈ ഓക്സൈഡോ അതിനെയൊക്കെ പിടിച്ചു മാറ്റാൻ പറ്റുമോ? കാണാൻ പറ്റുമോ നമുക്ക് കണ്ണുകൊണ്ട്? ഇല്ലല്ലേ, നമുക്ക് കാണാൻ പറ്റില്ല. നമുക്ക് അതെവിടെയാന്ന് തൊടാനും പറ്റത്തില്ല. പക്ഷെ നമുക്ക് അത് അനുഭവിക്കാൻ പറ്റും. ഒന്നും കൂടി നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. 1 2 3 ഗോ. അനുഭവിക്കാൻ പറ്റും, നമുക്ക് ആ സ്പർശനം കിട്ടി. എൻ്റെ കുട്ട, ഇതുപോലെയാണ് നമ്മുടെ ദൈവവും. നമ്മുടെ ദൈവം ചിലവർ ചോദിക്കും, കർത്താവിനെ കണ്ടിട്ടുണ്ടോ? പറ, തൊട്ടിട്ടുണ്ടോ? വിളിച്ചിട്ടുണ്ടോ? വിളി കേട്ടോ എന്നൊക്കെ ചോദിക്കും. പക്ഷെ നമുക്ക് അതൊന്നും ഇല്ലെങ്കിലും നമുക്ക് അനുഭവിക്കാൻ പറ്റും. പപ്പയും അമ്മയൊക്കെ കണ്ടോ, വിഷമം വരുമ്പോൾ അവർ പള്ളിയിൽ പോയി കുറച്ച് നേരം ഇരുന്നപ്പോൾ അവർ കണ്ണീരൊക്കെ തുടച്ച് ജില്ലായിട്ട് വരും. വീട്ടിൽ സഹനങ്ങളും പ്രഷറൊക്കെ കൂടുമ്പോൾ എന്നാ ചെയ്യും? അവർ കുറച്ച് നേരം ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അടുത്തുള്ള വഴികൾ ഇങ്ങനെ തെളിഞ്ഞു വരും. അവർ ഉഷാറായിട്ട് നേരിടും അല്ലേ? അവർ ഉടനെ വേറെ എന്തെങ്കിലും എനിക്ക് ജീവിതം അടുത്തേന്ന് പറഞ്ഞിരിക്കത്തില്ല. അവർ ജില്ലായിപ്പോൾ. ഇതിനൊക്കെ എനർജി കൊടുക്കുന്നത് ആരാ? ബാക്കപ്പ് എനർജി കൊടുക്കുന്നത് നമ്മളെ ഊപ്പർവാല ഈശോയാണ്, അപ്പനാണ്. ഓക്കെ, ഇനി ഒരു സിമ്പിൾ എക്സാമ്പിളിലൂടെ നമുക്ക് കാണാം. ഓക്കെ, വിചാരിക്കുക ഇത് അതെന്നാ ടിഷ്യൂ പേപ്പറാണ്. നിങ്ങൾക്കറിയാലോ ടിഷ്യൂ പേപ്പർ നമ്മൾ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ കൈ തുടയ്ക്കാനൊക്കെ തരത്തില്ലേ? അതുപോലത്തെ ഒരു സിമ്പിൾ ടിഷ്യൂ പേപ്പറാണ്, നിങ്ങളുടെ വീട്ടിൽ കാണും. അപ്പൊ അത് നോക്കിക്കോ, വലിയ ഹാർട്ടുണ്ട്, കുഞ്ഞി ഹാർട്ടൊക്കെ ഉണ്ട് അല്ലേ? ഈ വലിയ ഹൃദയം നമ്മുടെ ഹൃദയമാണെന്ന് വിചാരിച്ചേക്കാം. അപ്പൊ ഈ കുഞ്ഞു ഹൃദയം നമ്മളെ അടുത്ത ലോകത്തിലെ കുറെ ആൾക്കാരുണ്ട് അല്ലേ? ഈ ടിഷ്യൂ പേപ്പർ കാണിക്കുന്നതിന് നമ്മളും വളരെ നിർമ്മലവും ലോലവും, ഒന്ന് കീറിയാൽ ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചാൽ ഇത് മുറിഞ്ഞു വരും. ഇതുപോലെയാ നമ്മുടെ ജീവിതവും. ഈ ഹൃദയത്തിന് അത്ര ഭംഗിയില്ല, ഉണ്ടോ? അട്രാക്റ്റീവ് അല്ല അല്ലേ? കളർഫുൾ അല്ല, ആകർഷകത്വം ഇല്ല. ഒരാൾ കണ്ട അത്ര വേഗം എടുത്ത് നോക്കി വാവ് കൊള്ളാം എന്നുള്ള ഫീലിംഗ് ഒന്നും പറയത്തില്ല. അപ്പൊ നമ്മൾ പറയുവാണ്, ഈശോയെ അങ്ങയുടെ തിരുരക്തം കൊണ്ട് എൻ്റെ ഹൃദയം നിറയ്ക്കണമേ. ഓക്കെ, നമ്മൾ പറയണ ആബാ പിതാവേ, സ്വർഗത്തിലെ വലിയപ്പൻ്റെ പറയണ യേശുവിൻ്റെ തിരുരക്തം കൊണ്ട് എൻ്റെ ഹൃദയം കഴുകണമേ. ഓക്കെ, അങ്ങനെ പറഞ്ഞ് അടിക്കുകയാണ്. ഇത് സിസ്റ്ററിൻ്റെ വളരെ മങ്ങിയ ഹൃദയമാണ്. അപ്പം സിസ്റ്റർ ഈശോയെ സ്നേഹിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ പറയണം, ഈശോയെ അങ്ങയുടെ തിരുരക്തം കൊണ്ട് എന്നെ കഴുകണമേ, നിൻ്റെ രക്തം കൊണ്ട് എന്നെ നിറയ്ക്കണമേ, എന്നെ ശുദ്ധീകരിക്കണമേ. ഇങ്ങനെ പറഞ്ഞ് ഒരു തവണയൊന്നുമല്ല, പല തവണ
ഓക്കെ, എത്ര എത്ര വട്ടം പറയാൻ പറ്റുമോ അത്ര പറയും തോറും ദേ കണ്ടോ ഹൃദയം മുഴുവനും നമ്മുടെ ഹൃദയം ചുവന്ന കണ്ടോ, കളർഫുള്ളായില്ലേ? എന്താ പറയണ്ടേ? ആബാ പിതാവേ, യേശുവിൻ്റെ തിരക്തം കൊണ്ട് എന്നെ കഴുകണമേ, അങ്ങേ ആത്മാവിനാൽ നിറയ്ക്കണമേ. നമ്മുടെ ഹൃദയം സുന്ദരം വരും. സുന്ദരി ഹൃദയം ആര് കണ്ടാലും കണ്ടോ, ഭംഗിയില്ലേ, സുന്ദരമല്ലേ, സ്റ്റൈലായില്ലേ, കിടുവായില്ലേ? യെസ്, ഈ ബോളും ഇതിലെ വെള്ളവും കാണിക്കുന്നത് ലോകമാണ്, നമ്മൾ ജീവിക്കേണ്ട നമ്മുടെ ലോകം. അപ്പം ഈ ചുവന്ന ഹൃദയം അടിച്ച് നമ്മുടെ ലോകത്തെ ശ്രീ വെള്ളത്തിലേക്ക് ഇടുവാണ്. ഇടുമ്പോൾ കണ്ടോ നിറം കുറച്ചുകൂടി കളർഫുള്ളായി മാറുന്നു. മാത്രമല്ല കണ്ടോ അത് സ്പ്രെഡ് ചെയ്യുന്നുണ്ടോ? നോക്കിക്കേ, നല്ല സൂക്ഷിച്ച് നോക്കിയാൽ കണ്ടോ, സ്പ്രെഡായി അപ്പുറത്തിരിക്കുന്ന കുഞ്ഞു ഹൃദയങ്ങളെയൊക്കെ അത് ചോപ്പിക്കുന്നു. വെള്ളം മുഴുവൻ അതിൻ്റെ കളർ മാറ്റുന്നു. എൻ്റെ പ്രിയമുള്ളവരെ, ഒരു കാര്യം, ദൈവത്തെ ചേർത്ത് പിടിച്ചാൽ ഹൃദയം ഇതുപോലെ ചുവന്ന ഹൃദയമാകുക മാത്രമല്ല, നമ്മുടെ വീട്ടിലെ നാട്ടിലെ കൂട്ടുകാരുടെ ഒക്കെ ഹൃദയം അങ്ങനെ ഉണങ്ങിയതും ഇങ്ങനെ ഉഷാറില്ലാതെ ഇരിക്കുന്ന ഹൃദയമൊക്കെ നമ്മൾ കാരണം നമുക്ക് ജ്വലിപ്പിക്കാൻ പറ്റും, ഉഷാറാക്കാൻ പറ്റും. എല്ലാ ദിവസവും നമുക്ക് എപ്പോഴൊക്കെ ഓർമ്മ കിട്ടുന്നോ, എപ്പോഴൊക്കെ ഹൃദയം ഇങ്ങനെ തളർന്നിരിക്കുന്നോ അപ്പോഴൊക്കെ പോയി ഈ റെഡ് അടിച്ച് സെറ്റാക്കണം. എന്ത് പറയണം? ദൈവമേ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, ദൈവമേ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അപ്പം ചെയ്യുമല്ലോ. ഓക്കെ, നമുക്ക് ചെയ്ത് നമ്മുടെ ഹൃദയം സൗന്ദര്യവും സുന്ദരവും മനോഹരമാക്കി മാറ്റാം. ഈശോ നിങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. കൂട്ടുകാരെ, നമ്മൾ എല്ലാവരും കുട്ടികളല്ലേ, പഠിക്കുന്നവരല്ലേ. പഠിക്കുന്ന വിഷയങ്ങൾക്ക് നമുക്കുണ്ടാവുന്ന സംശയങ്ങൾ തീർക്കാതെ മുന്നോട്ട് പോകാൻ എളുപ്പമല്ല എന്ന് നമുക്കറിയാം. നമ്മുടെ വിശ്വാസ ജീവിതത്തിലും നമുക്കുണ്ടാവുന്ന സംശയങ്ങൾക്ക് ഉത്തരം ലഭിക്കാൻ അടുത്ത സെഗ്മെന്റ് നമ്മളെ സഹായിക്കും. അച്ഛനും കൂട്ടുകാരും നമ്മളെ കാത്തിരിക്കുന്നു. കാണാം തോട്ടാനച്ഛനും കുട്ടിയോളും. ഈശോയുടെ കുഞ്ഞുമക്കളെ, നമ്മൾ ഓരോ ദിവസവും വിശ്വാസത്തിൽ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ ഉള്ളിൽ കൊച്ചു കൊച്ചു സംശയങ്ങൾ രൂപപ്പെടാം. അത്തരം സംശയങ്ങളെ നീക്കിക്കളഞ്ഞ് ആഴമായ അവബോധത്തിൽ വിശ്വാസത്തിൽ വളരാൻ നമുക്ക് സഹായിക്കുന്ന ഒരു പ്രോഗ്രാമിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമ്മുടെ കൂടെ കുറച്ച് കൂട്ടുകാരുമുണ്ട്. അവരോടൊപ്പം നമുക്ക് ആരംഭിച്ചാലോ? എപ്പോഴെപ്പോഴും സ്തുതിയായിരിക്കട്ടെ. അപ്പോൾ നമുക്ക് ഇന്ന് കുരിശ് വരച്ചിട്ട് ഒന്ന് തുടങ്ങാം. എല്ലാവർക്കും കുരിശ് വരയൊക്കെ അറിയില്ലേ? ഒന്ന് തുടങ്ങിയേ. വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അച്ഛാ, ഇവൻ വരച്ചത് തെറ്റാ. വലത്തുനിന്ന് ഇടത്തോട്ടാണ് ഇവൻ വരച്ചത്. എന്റെ അമ്മ എന്നെ എങ്ങനെയാ പഠിപ്പിച്ചു തന്നേക്കുന്നത് കുരിശ് വരയ്ക്കാൻ? പക്ഷെ അവൻ വലത്തുനിന്ന് ഇടത്ത് ഭാഗത്തേക്ക് വരച്ചേ. വലത്തുനിന്ന് ഇടത്ത് വശത്തേക്കാണ് വരച്ചത് അല്ലേ? അതെ. ജോണിക്കുഞ്ഞ് ഒരു കാര്യം ചെയ്തേ. ജോണിക്കുഞ്ഞ് ഒന്നുകൂടി ഒന്ന് വരച്ചേ നോക്കട്ടെ, ഏത് വശത്തേക്കാ വരയ്ക്കണേ നോക്കട്ടെ. തമ്പുരാനെ, വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ആമേൻ. അപ്പോൾ വലത്ത് വശത്ത് നിന്ന് ഇടത്തേക്കാ വരച്ചത്. എന്നാ ക്രിസ്റ്റിമോനൊന്ന് വരച്ച് കാണട്ടെ. തമ്പുരാനെ, വിഷ്ണു കുരിശിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കണ്ടോ, വലത്തുനിന്ന് ഇടത്ത് വശത്തേക്ക്. വലത്തുനിന്ന് ഇടത്ത് വശത്തേക്കാണ് അവൻ വരച്ചത്. അതെ. ശരിക്ക് പറഞ്ഞാലേ നമുക്ക് രണ്ട് രീതിയിലും കുരിശ് വരയ്ക്കാമെന്ന് ആ സഭ നമ്മെ പഠിപ്പിക്കുന്നത്. വലത്തുനിന്ന് ഇടത്തേക്കും വരയ്ക്കാം, ഇടത്തു നിന്ന് വലത്തേക്കും വരയ്ക്കുകയൊക്കെ ചെയ്യാം. അതിന് രണ്ടിനും രണ്ടിൻ്റെതായ ദൈവശാസ്ത്രവശങ്ങളൊക്കെ ഉണ്ട്. അച്ഛൻ അതൊന്ന് പറഞ്ഞു തരട്ടെ. അതായത് കുരിശ് വരയ്ക്കുമ്പോൾ നമ്മൾ വലത്തുനിന്ന് ഇടത്തേക്കൊക്കെ വരയ്ക്കുമ്പോൾ ഈശോ സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് നമ്മളെ രക്ഷിക്കാനായി വന്നെന്നും ഇടതിൻ്റെ അന്ധകാരത്തിൽ നിന്നും വലതിൻ്റെ പ്രകാശത്തിലേക്ക് നമ്മെ നയിക്കുകയായിരുന്നു എന്നൊക്കെ സൂചിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇടതു നിന്ന് വലത്തേക്ക് വരയ്ക്കുന്നത്. അതുപോലെ തന്നെ വലതു നിന്ന് ഇടത്തേക്ക് വരയ്ക്കുമ്പോൾ എന്നുള്ളവർ പറയുക, വലത്തുവശത്തെ പ്രകാശത്തിലേക്ക്
ഇടതുവശത്തുള്ള അന്ധകാരത്തിൽ നിന്നും മക്കളെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരിക എന്നൊക്കെയാണ് അതിൻ്റെ സൂചന. രണ്ട് രീതിയിലും വരയ്ക്കാം. നമ്മൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ എന്ന് ചെറിയൊരു കുരിശ് വരെ വരയ്ക്കില്ലേ, അപ്പോഴാണ് ഇങ്ങനെ പ്രത്യേകം പറയുക. അപ്പോൾ അവിടെ വലതുവശത്ത് വയ്ക്കുന്നവർ ഒരു കാരണം കൂടിയും പറയും. അതായത് നമ്മൾ ഈശോ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്ത് പോയിട്ട് എവിടെയാ ആയിരിക്കുന്നത്? പിതാവിന്റെ വലത്ത് ഭാഗത്ത്. പിതാവിൻ്റെ വലത്ത് ഭാഗത്ത്. അപ്പോൾ ചെറിയ കുരിശ് വരയ്ക്കുമ്പോൾ പിതാവിൻ്റെയും പുത്രൻ്റെയും എന്ന് പറയുമ്പോൾ വലതുവശത്ത് ഷോൾഡർമ വയ്ക്കുന്നു, പരിശുദ്ധാത്മാവിൻ്റെ. അപ്പം അങ്ങനെ ഒരു ദൈവശാസ്ത്ര വശം കൂടി അവർ പറയും. അതും നല്ലത്. ഓക്കെ. പിന്നെ കുരിശ് വരയ്ക്കുന്നത് എന്തിനാ? നമ്മളിങ്ങനെ നമ്മുടെ നെറ്റീമ കുരിശ് വരയ്ക്കുമ്പോൾ നമ്മുടെ ചിന്തകൾ ദൈവികമാകാൻ വേണ്ടി, എല്ലാവിധ പൈശാചിക ചിന്തകളൊക്കെ മാറിപ്പോകാൻ കുരിശിന് വലിയ ശക്തിയുണ്ട്. നമുക്ക് കേട്ടിട്ടില്ലേ, പിശാചി കുരിശ് കണ്ട ഓടിപ്പോ. അപ്പോൾ കുരിശ് വരച്ച് നമ്മുടെ ചിന്തകളെ വിശുദ്ധീകരിക്കുക. പിന്നെ നമ്മൾ ചുണ്ടിൽ വരയ്ക്കുമ്പോൾ നമ്മുടെ നാവ് അല്ലേ, അതരം കൊണ്ട് നമ്മൾ നന്മ മാത്രം പറയാൻ, നല്ലത് പറയണം. തിന്മയായതെല്ലാം മാറിപ്പോകട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട്. ഇനി നെഞ്ചത്ത് വരയ്ക്കുമ്പോൾ നമ്മുടെ ഹൃദയം ശുദ്ധമാകാൻ, ഹൃദയത്തിൽ അശുദ്ധി കടന്നു വരാതിരിക്കാൻ. അപ്പോൾ കുരിശ് രക്ഷയുടെ അടയാളമാണ്. നമ്മൾ 3 പ്രാവശ്യം നമ്മുടെ ശിരസിലും ചുണ്ടിലും നെറ്റിയിലും ഒക്കെ നെഞ്ചത്തും ഒക്കെ വരയ്ക്കുമ്പോൾ നമ്മുടെ മൊത്തം നമ്മുടെ ആത്മാവും മനുഷ്യൻ്റെ ബുദ്ധിയും ഹൃദയവും ഒക്കെ ദൈവികമായി മാറും. വലിയ സംരക്ഷണം വന്നു ചേരും. പിന്നെ ചിലർ കുരിശ് വരയ്ക്കുമ്പോൾ ഈ 3 പേരിൽ കൂട്ടിപ്പിടിച്ച് 2 പേരിൽ ഉള്ളിലേക്ക് മടക്കി പിടിക്കുക. അതിനൊരു ദൈവശാസ്ത്ര വശമുണ്ട്. ഇത് 3 പേരിൽ ചേർത്ത് പിടിക്കുമ്പോൾ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ത്രിയേക ദൈവം. ഇത് 2 പേരിൽ ഉള്ളിലേക്ക് പിടിക്കുമ്പോൾ രണ്ടാമത്തെ ആളായ പുത്രൻ തമ്പുരാൻ സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു എന്നുകൂടി സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ അർത്ഥം മനസ്സിലാക്കി ഒരു വട്ടം കുരിശ് വരയ്ക്കുമ്പോൾ തന്നെ നമുക്ക് വലിയൊരു പ്രാർത്ഥനയാണ്, വലിയൊരു സംരക്ഷണ. അങ്ങനെ വരച്ച് പഠിക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി ഒന്നും പറയണ്ട. സഭ ഇന്ന് നമുക്ക് 2 രീതിയിലും വലത്തു നിന്ന് ഇടത്തേക്കും ഇടത്തുനിന്ന് വലത്തേക്കും വരയ്ക്കാൻ അനുവാദം തന്നിട്ടുണ്ട്. പിന്നെ ഓരോ രൂപതയുടെ പിതാക്കന്മാർ പ്രത്യേകം പഠിപ്പിക്കുകയാണ്, പറയാണ് ഇടത്തു നിന്ന് വലത്തേക്ക് വരച്ചാൽ മതി എന്ന് പറഞ്ഞാൽ അങ്ങനെ വരയ്ക്കാം. അച്ഛൻ്റെ ആശ്രമത്തിലെ ഒരു തോമസ് എന്ന് പേരുള്ള ജന്മനാ കാഴ്ചയില്ലാത്തൊരു ചേട്ടനുണ്ടായിരുന്നു. ആ ചേട്ടനെ എങ്ങനെയാ കുരിശ് വര പഠിപ്പിക്കാൻ പറ്റുക? കയ്യുമ്മ പിടിച്ച് വരച്ച് പഠിപ്പിച്ചു. കുറേ പഠിപ്പിച്ചിട്ടായാലും ആളോട് കുരിശ് വരയ്ക്കാൻ പറയുമ്പോൾ ആൾ ഇങ്ങനെ കാണിക്കും. അപ്പൊ ഞങ്ങൾ പറയേ, അയ്യോ തോമസിന് കുരിശ് വരയ്ക്കാൻ പറ്റണില്ലല്ലോ, അറിയണില്ലല്ലോ എന്ന്. പക്ഷെ ശരിക്കും തോമസ് ഇങ്ങനെ കാണിക്കുമ്പോഴായാലും ദൈവത്തിന്റെ കണ്ണില് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. നമ്മളപ്പോൾ ആരെയും കുരിശ് വരച്ച് പ്രാർത്ഥിക്കുന്നവരെയോ ഒന്നും കളിയാക്കാനോ വിധിക്കാനോ ഒന്നും പാടില്ല. ദൈവത്തിനാണ് എല്ലാം വിധിക്കാനുള്ള അധികാരം. നമുക്ക് നമ്മുടെ പ്രാർത്ഥനയിലുള്ള ആഴമായ ബോധ്യം, കുരിശ് വരച്ച് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ദൈവിക പരിപാലന കിട്ടും, വലിയ രക്ഷയുടെ അടയാളമാണ്, അതെൻ്റെ നെഞ്ചിലും നെറ്റിയിലും അതരങ്ങളിലൊക്കെ വരയ്ക്കപ്പെടട്ടെ. ഓക്കെ. അപ്പം എന്ത് അപകടം വന്നാലും കുരിശ് വരച്ച് പ്രാർത്ഥിച്ച. അപ്പോൾ അച്ഛന്മാരെ ആശീർവദിക്കുമ്പോൾ എങ്ങനെയാണ് ആശീർവദിക്കുന്ന ആൾക്കാരെ? വലത്തു നിന്ന് ഇടത്തേക്ക്. അപ്പോൾ ചിലർ പറയുന്നു അങ്ങനെ അച്ഛൻ ആശീർവദിക്കുന്ന പോലെ തന്നെ ഞാനും എന്നെ ആശീർവദിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് വലത്തു നിന്ന് ഇടത്തേക്ക് വെക്കുന്നതെന്ന്. അവരങ്ങനെയും വിചാരിച്ചോട്ടെ, ഇപ്പൊ കുഴപ്പമൊന്നുമില്ലെന്നേ, കുരിശടയാളാണ്. ഓക്കെ. ഈശോ കുരിശിൽ തൂങ്ങി മരിച്ച് നമ്മളെ രക്ഷിച്ച ആ അടയാളമായതുകൊണ്ട് നമുക്ക് ആ കുരിശ് വരച്ച് ഒന്നുകൂടി പ്രാർത്ഥിച്ചാലോ? ഇപ്പൊ സംശയമൊക്കെ മാറിയില്ലേ? ഇപ്പൊ ജോണിക്കുട്ടി കുഴപ്പമില്ലല്ലോ, ക്രിസ്റ്റി അങ്ങനെ വരച്ചോട്ടെ, അവന്റെ അമ്മാമ്മ അങ്ങനെ പഠിപ്പിച്ചല്ലേ. അപ്പൊ അങ്ങനെ വരയ്ക്കട്ടെ. ഇനി എല്ലാവരും ഒരേപോലെ വരയ്ക്കാൻ വേണ്ടിയാണെങ്കിൽ അങ്ങനെയും വരയ്ക്കാം. ഓക്കെ. ഒന്നുകൂടി വരച്ചാലോ? വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക, ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമീൻ. താങ്ക് യു. കൂട്ടുകാരെ, എപ്പോഴും പുഞ്ചിരി തൂകി
മറ്റുള്ളവർക്ക് തണലായിക്കൊണ്ട് പുണ്യം ചെയ്തു വളരാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. അതിനുള്ള നല്ല മാർഗങ്ങൾ മനോഹരമായി രചിച്ചിരിക്കുന്ന ഒരു ഗാനം കൂടി നമുക്ക് കണ്ടാലോ? പുഞ്ചിരി തൂകി പൂന്തണലേകി പുണ്യം ചെയ്തു വളർന്നിടാം. ചിന്തകളും പാട്ടും ഷാലോമിന്റെ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു കേട്ടോ. നമുക്ക് വീണ്ടും അടുത്ത ദിവസം കണ്ടുമുട്ടാം. ഇറ്റ്സ് മീ എൽസ മരിയ ലൂക്കോസ്. ടേക്ക് കെയർ. ബൈ.